ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞങ്ങൾ മാങ്കുളത്ത് വന്നിരിക്കുകയാണ്. മാങ്കുളത്തു നിന്ന് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് മൂന്നാറിലേക്ക്. അപ്പം മാങ്കുളത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇതെല്ലാം. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെയാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. കാറിലായിരുന്നു പോയത്. നല്ല രസമാണ് ഇവിടെ എല്ലാം കാണാനായിട്ട്. നമ്മളിങ്ങനെ താഴേന്ന് കയറി വലിയ മലമുകളിൽ നമ്മൾ വന്ന് അവിടുന്ന് പിന്നെ ഇങ്ങനെ പോവാണ്. ഇവിടെയൊക്കെ കാട്ടാനൊക്കെ ഇറങ്ങുന്നതാണ് കേട്ടോ. ഒരു 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊന്നും ഇതിലൊന്നും വരാനൊന്നും പറ്റത്തൊന്നുമില്ല. അതിനിടയ്ക്ക് കുറേ കോളേജ് പിള്ളേർ ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ജീപ്പിന് ഓഫ് റോഡ് കയറി വന്നിട്ടുണ്ടായിരുന്നു ഇതുവഴി. ഞങ്ങളുടെ കൂട്ടത്തിൽ പപ്പായും ഉണ്ട്. ഞാനും ചേട്ടായും പപ്പായും കൊച്ചും കൂടിയാണ് മാങ്കുളത്തിന് പോയത്. പപ്പ ഫസ്റ്റ് ടൈമാണ് മാങ്കുളത്ത്. ചേട്ടായുടെ തറവാടാണ് അവിടെ. പിന്നെ ഞാൻ ഇതുവരെ മൂന്നാറൊന്നും പോയിട്ടൊന്നുമില്ലായിരുന്നു. ആദ്യം ഒരു തവണ പോകാൻ ശ്രമിച്ചപ്പം നടന്നില്ല. ചെറിയ തടസ്സങ്ങൾ കാരണം നടന്നില്ല. പിന്നെ അങ്ങ് വിട്ടു. പിന്നെ ഇപ്പം അങ്ങ് പോയേക്കാന്ന് വെച്ചു. അങ്ങനെ പോകുന്നതാണ്. പിന്നെ എന്താ, പപ്പായെ ആനക്കുളം ഒക്കെ കൊണ്ട് കാണിച്ചു. ഞങ്ങൾ പപ്പായം കൊണ്ട് പോയപ്പോൾ ഒരു 14 ആന വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാറിനടുത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഇരവികുളത്തേക്കാണ്. അങ്ങോട്ടേക്കൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ അവിടേക്കൊന്ന് ജസ്റ്റ് കണ്ടുപോയി കേട്ട് വരാനായിട്ട് പോവാണ്. നാട്ടിലെ അത്രയും വലിയ ചൂടൊന്നും ഇവിടെയൊന്നും അനുഭവപ്പെട്ടില്ല കേട്ടോ. കാരണം ചൂടുണ്ട് എന്നാൽ നമുക്കിത് കുഴപ്പമില്ലായിരുന്നു, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പക്ഷെ നാട്ടിൽ നിന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മുടെ കോട്ടയൊക്കെ എന്ത് ചൂടാണ്, സഹിക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ചൂട്. അങ്ങനെ ഞങ്ങൾ മൂന്നാറ് കയറി, ടൗണ് കയറി. നല്ല തിരക്കായിരുന്നു റോഡുകളിലെല്ലാം കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 11:30 അത്രത്തോളമായി. ഇവിടെ എല്ലാം കുറേ സ്പൈസസിൻ്റെയും ഒക്കെ കുറേ ഷോപ്പുകൾ കാണാനായിട്ട് കഴിഞ്ഞു. പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെയൊന്നും ഞങ്ങൾ മൂന്നാറിലൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നെ അന്നത്തെ മാർക്കറ്റ് എന്തോ ആയിരുന്നു. അന്നേരം പിന്നെ തിരക്ക് ഞങ്ങൾ അവിടെയൊന്നും ഇറങ്ങിയൊന്നുമില്ല. ഞങ്ങൾ നേരെ വിട്ടു പോവുകയാണ് ചെയ്തത്. ഞങ്ങൾ ഇരവികുളം എത്തി. ഇവിടെയും നല്ല തിരക്കാണെന്ന് തോന്നുന്നു. ഇവിടെ പാസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് നമ്മൾ കയറി വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് ദൂരെയായിട്ടാണ്. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വന്നിട്ട് ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരാൾക്ക് 200 രൂപയാണ് ഇവിടുത്തെ പാസ്. കാരണം ഇവിടുന്ന് നമ്മുടെ വണ്ടി മേളിലേക്ക് കടത്തി വിടില്ല. ഇവിടുന്ന് ഇവരുടെ ബസ്സിലാണ് നമ്മളെ ഇവർ കൊണ്ടുപോവുക. കുറേ ദൂരമുണ്ട് പോകാനായിട്ട്. പോകുന്ന വഴിക്ക് വരയാടുകളെയൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം അവിടെ പോകാനുള്ള ആൾക്കാർ പോയേക്കുന്ന വണ്ടികളാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണ്. ഞങ്ങൾ ചെന്ന് അവിടെ എല്ലാം അതിൻ്റെ സെക്യൂരിറ്റീസെല്ലാം നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ചായയൊക്കെ കുടിച്ച് അപ്പോഴത്തേനും ഒരു വണ്ടി നമ്മൾ മാത്രമായിട്ട് വണ്ടി പോവുകയില്ല. വണ്ടിയിൽ ഫുൾ ആളായിട്ടേ വണ്ടി പോവുകയുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ കയറിയപ്പോഴത്തേനും പിന്നെ പെട്ടെന്ന് ആളായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഇതാണ് അവരുടെ ബസ്. ചേട്ടായും ചുറ്റും ഫ്രണ്ടിലെ സീറ്റിലിരുന്നു. ഞാൻ ബാക്കിലിരുന്നു. എൻ്റെ ബാക്കിലൊരു ഇവിടുന്ന് വന്നൊരു ചേട്ടനായിരുന്നു. പുള്ളി
നോക്കിയിട്ട് ക്യാമറയിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് കുറേ പോകണമായിരുന്നു അങ്ങോട്ടേക്ക്. നല്ല ഭംഗിയായിരുന്നു ഇവിടെയൊക്കെ കാണാനായിട്ട്. വെയിലാകുമ്പോൾ പിന്നെ ഭംഗി കുറവൊന്നുമില്ലല്ലോ അല്ലേ, നല്ല രസമല്ലേ. പിന്നെ കോടമഞ്ഞും ഇങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങനെ ഒന്നും കണ്ടില്ല. പക്ഷെ ഞങ്ങൾ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ റോഡിലെല്ലാം വരയാടുകൾ നിൽക്കുന്നത് കണ്ടു. ഈ ബസ് അവിടെ ചെന്ന് കഴിയുമ്പം അവിടെ വേറെ ആൾക്കാർ അവിടെ തിരിച്ചു പോരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ തിരിച്ച് ഈ ബസ്സിന് ഇങ്ങോട്ട് പോരും. അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയെല്ലാം ഇവരുടെ ഓഫീസുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മേളിൽ ചെന്ന് കഴിഞ്ഞ് ഇവിടെ കോഫി ഷോപ്പ് അങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെയാണ്. ഇവിടെ നമ്മളെ ഇറക്കി വിട്ടിട്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ നടന്നാണ് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 1 കിലോമീറ്റർ കൂടുതൽ കാണും തോന്നുന്നു. ഇവിടുന്ന് നമ്മൾ പിന്നെ നടന്നാണ് പോകുന്നത്. പിന്നെ അല്ലെങ്കിൽ ഇവരുടെ ചെറിയ വണ്ടിയുണ്ട്, ആ വണ്ടിക്ക് വേണമെങ്കിൽ ഇവരെ കൊണ്ടുപോകും. പക്ഷേ അതിന് റേറ്റ് കൂടുതലാണ്. ഞങ്ങളതൊന്നും നോക്കിയില്ല. ഞങ്ങൾ പതുക്കെ അങ്ങ് നടക്കാൻ തുടങ്ങി. പിന്നെ ഇതുങ്ങളെ തൊടാനൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. അവിടെ എല്ലാം സെക്യൂരിറ്റീസ് ആയിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഇവിടെ വെയിലായി തുടങ്ങിയായിരുന്നു. ഇവിടുന്ന് നമ്മളെ മേളിൽ ചെല്ലണമായിരുന്നു. അവിടെ എല്ലാം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞങ്ങളുടെ ഒപ്പം അപ്പൂസും ഉണ്ടായിരുന്നു. ഇവിടേക്ക് എത്തിയപ്പോഴത്തേനും കിച്ചൂസും മടുക്കാൻ തുടങ്ങി. എടുക്കുന്നു പറഞ്ഞിട്ട് വഴക്കായിരുന്നു. ഇവിടുന്ന് എടുത്ത് എങ്ങനെ കയറും, അത് കാരണം ഇങ്ങനെ വളഞ്ഞു കുളഞ്ഞങ്ങ് കിടക്കുകയാണ്. കുറേ കയറി പോകണമായിരുന്നു. അവിടെ ദേഷ്യമായി തുടങ്ങിയായിരുന്നു. അവിടെ ഇതാണ്. അവിടെ ഇവിടേക്ക് ആയിട്ട് ഓരോന്നോ കൂട്ടത്തോടെ ഒന്നിനെയും കണ്ടില്ല. അവിടെ ഇവിടെ ഒരെണ്ണമാണ്, കുറച്ചപ്പുറത്ത് മാറി വേറെണ്ണം, അങ്ങനെയായിരുന്നു. ഇതിങ്ങൾ നിൽക്കുന്നിടത്തെല്ലാം സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു. കാരണം ഇവരെ തൊടാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് അവരങ്ങനെ നിൽപ്പുണ്ടായിരുന്നു, നമ്മളെ വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ താഴോട്ടെല്ലാം 2-3 എണ്ണത്തിനെ കണ്ടു. താഴെയെല്ലാം നിൽപ്പുണ്ട്. പിന്നെ ഈ കരികിലെ ഉണങ്ങിക്കിടക്കുവായതുകൊണ്ട് ഇവയുടെ കളറെല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ലായിരുന്നു. താഴേക്കൊന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തെല്ലാം ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഞങ്ങൾ പോയിട്ടോ. നടന്ന് നമ്മളെ ഇടുക്കി ഡാമൊക്കെ കാണാൻ പോകുമല്ലോ, അതുപോലെ ആയിരുന്നു. നടക്കാനുണ്ടായിരുന്നു കുറേ ദൂരം. പിന്നെ ഇത് മേളീന്ന് അങ്ങ് മലയുടെ മേളീന്ന് വരുന്ന ഒരു ഉറവയായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ മേളിലെത്തി. ഇവിടുന്ന് കുറച്ചപ്പുറത്തോടെ ഉണ്ട്, അവിടെ വരെ നമുക്ക് പോകാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എന്തോ എന്താ പറയുക, ആദിവാസി കോളനി അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അവർക്ക് മാത്രം ഓട്ടോറിക്ഷയ്ക്ക് വരുമോ അങ്ങനെയൊക്കെ എന്തോ ചെയ്യാൻ തോന്നുന്നു. ഇവിടെ നോക്കുന്ന ആൾക്കാരെന്തോ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പുറകെ പപ്പ ഫോട്ടോ എടുക്കാനൊക്കെ പോയി, പക്ഷേ കിട്ടിയില്ല. ഇവിടുത്തെ ഒരു ചെറിയൊരു അമ്പലമാണ് കേട്ടോ. അയ്യടാ, ഇനി ഇവിടെ ഒരു അമ്മയും കുഞ്ഞും നിൽപ്പുണ്ടായിരുന്നു. ഇവയുടെ അടുത്തും സെക്യൂരിറ്റീസ് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു കണക്കിന് നല്ലതാണ്, കാരണം ഈ പ്ലാസ്റ്റിക്കൊക്കെ തിന്നാതിരിക്കുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെ. പിന്നെ ഇവിടെ കുറേ എന്താ പറയുക ചെടികളും അവ എന്തൊക്കെയാണെന്നുള്ളതും എല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു, ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. അവിടെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. ഒരു സിംഹവാലൻ കുരങ്ങ് അവിടെ ഇരിപ്പുണ്ട്.
അങ്ങ് ദൂരെ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി, ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ചു നേരം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് ആ വെള്ളം താഴേക്ക് വീഴുന്ന അത് വെച്ചിരിക്കുന്നത് കാണാനൊരു ഭംഗിയായിരുന്നു. അപ്പോൾ അതേ തിരിച്ചിറങ്ങി വരുമ്പോൾ റോഡിൽ ഒരു വരയാട് നിപ്പുണ്ടായിരുന്നു. കിച്ചൂസ് അതിൻ്റെ അടുത്തോട്ട് പോവുമായിരുന്നു. പക്ഷെ കിച്ചൂസിനെ പറ്റിച്ച് അത് മുകളിലേക്ക് കയറിപ്പോയി. നമ്മളെ കാണുമ്പോഴത്തേനും അതുങ്ങൾ ഓടുവാണ്. പിന്നെ ഞങ്ങൾ നടന്ന് താഴെ വന്ന് കഴിഞ്ഞിട്ട് ഒരെണ്ണം താഴെ കയറി വന്നു. അപ്പം അതിനെയാന്ന് ആ ചേച്ചി അവരവിടെ നിന്ന് നിർത്തുകയല്ല, കാരണം വേസ്റ്റൊക്കെ തിന്നു കഴിഞ്ഞാലും നല്ല പണിയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നിർത്തുകയല്ല, അവർ അതിനെല്ലാം ഓടിച്ചു വിടുമായിരുന്നു. അതിനെ ഓടിച്ചു വിട്ടിട്ട് പിന്നെയും വരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.